മലയാളികളുടെ പ്രിയനടന് നിവിന് പോളിയുടെ കരിയര് വളരെ പെട്ടെന്നായിരുന്നു വിജയത്തിലേക്കെത്തിയത്. വിനീത് ശ്രീനിവാസന് സംവിധാനം ചെയ്ത മലർവാടി ആർട്സ് ക്ലബ് എന്ന ചിത്രത്തിലൂടെ സിനിമയിലെത്തിയ നിവിന് അൽഫോൺസ് പുത്രന്റെ പ്രേമം എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമാ ലോകത്ത് തന്റെ സ്ഥാനം അരക്കിട്ടുറപ്പിച്ചത്. ഇപ്പോഴിതാ തന്റെ കരിയറിന്റെ തുടക്കകാലത്ത് തനിക്ക് നേരിടേണ്ടി വന്ന ചില മോശം അനുഭവങ്ങളെക്കുറിച്ച് തുറന്നുപറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് താരം. ക്യൂ സ്റ്റുഡിയോക്ക് നൽകിയ പുതിയ അഭിമുഖത്തിലാണ് നിവിന് ഇക്കാര്യങ്ങൾ പങ്കുവച്ചത്. സിനിമകളില് അനാവശ്യമായ രംഗങ്ങളും ഡയലോഗുകളും വരുമ്പോൾ താൻ അതിനോട് നോ പറയാറുണ്ടെന്നും കരിയറിന്റെ തുടക്കത്തിലായതിനാല് പല ഭാഗത്തുനിന്നും തനിക്ക് വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും താരം വ്യക്തമാക്കുന്നു. നിവിന്റെ വാക്കുകൾ: ഞാൻ അഭിനയിച്ച സിനിമകളിൽ ചില രംഗങ്ങൾ വരുമ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറയാറുണ്ട്. അനാവശ്യമായ രംഗങ്ങളാണെങ്കിലും ഡയലോഗാണെങ്കിലും നോ പറയും. അത് കുറച്ച് ക്ലീനായി ചെയ്യാമെന്നാണ് ഞാൻ പറയാറുള്ളത്. ഒരിക്കൽ ഞാൻ ചെയ്ത സിനിമയിൽ ഇതുപോലെ ഒരു പാട്ടിന്റെ സീനുണ്ടായിരുന്നു. അതിൽ പല രീതിയിൽ അഭിനയിക്കാൻ എന്നെ സംവിധായകൻ നിർബന്ധിച്ചു. ഞാൻ ചെയ്യില്ലെന്നും നിങ്ങളെന്നെ സിനിമയിൽ നിന്നും പുറത്താക്കിയാലും കുഴപ്പമില്ലെന്നും ഞാൻ പറഞ്ഞു. അങ്ങനെ ഷൂട്ട് ചെയ്യാതെ ഒരുപാട് നേരം ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. കരിയറിന്റെ തുടക്കത്തിലായിരുന്നു അത്. അതിനാൽ തന്നെ എല്ലാ ഭാഗത്തുനിന്നും വലിയ സമ്മർദ്ദമായിരുന്നു. നമ്മൾ ന്യൂകമ്മറാണല്ലോ. സിനിമയിൽ പല ഭാഗത്തുള്ളവർ വന്ന് നമ്മളോട് കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് പേടിയാകും. കൂടെയുള്ള ആക്ടേഴ്സ് എല്ലാം നമുക്ക് മുന്നറിയിപ്പ് തരും. പിന്നീട് നമ്മുടെ കടുംപിടുത്തമായിട്ടായിരിക്കും അതിനെ കാണുക. ഞാൻ പണമൊന്നുമല്ലല്ലോ ചോദിക്കുന്നത്. ഒരു വൾഗർ സീനിൽ അഭിനയിക്കാൻ പറ്റില്ല എന്നല്ലേ പറയുന്നത്. അത് ചെയ്യില്ല എന്ന് പറയുന്നത് എന്റെ തീരുമാനമാണ്. അങ്ങനെ അതിന്റെ ലൈറ്റായ വേർഷനിൽ ആ പാട്ട് അവസാനിക്കുകയായിരുന്നു. തുടക്കത്തിൽ തന്നെ ഞാൻ അത്തരം തീരുമാനങ്ങൾ എടുത്തതായിരിക്കാം എന്റെ സിനിമകൾക്ക് റിപ്പീറ്റ് വാല്യൂ ലഭിക്കാനുള്ള പ്രധാന കാരണം, നിവിൻ പോളി പറയുന്നു. തിരക്കഥയിലെ അശ്ലീലച്ചുവയുള്ളതോ അനാവശ്യമായതോ ആയ രംഗങ്ങൾ തുടക്കത്തിലെ എതിർത്തതുകൊണ്ടാണ് കുടുംബപ്രേക്ഷകർ തന്റെ സിനിമകൾ സ്വീകരിച്ചതെന്നും താരം കൂട്ടിച്ചേർത്തു.